റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് ആശുപത്രി പൂട്ടിയിട്ടിരുന്നതിനാൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം. വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെയാണ് ആരോപണം. വിളപ്പിൽശാല സ്വദേശി ബിസ്മീർ തിങ്കളാഴ്ചയാണ് മരിച്ചത്. ശ്വാസതടസ്സവുമായി പുലർച്ചെ 1 മണിക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും പൂട്ടിയിട്ടിരുന്നതിനാൽ ചികിത്സ നൽകാൻ വൈകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. ഒരു പ്രാഥമിക ചികിത്സയും വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയില്ലെന്ന് യുവാവിന്റെ ബന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവിടെ പോയി ഒരുപാട് 2-3 കോളിംഗ് ബില്ല് അടിച്ചായിരുന്നു. പിന്നെ പെങ്ങളെടുത്ത് വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്കും സൈഡിൽ നിന്ന് സെക്യൂരിറ്റി പുള്ളിയും ഉറക്കമായിരുന്നു തോന്നുന്നു. സെക്യൂരിറ്റി എണീറ്റ് വന്നു. അതിന് അവർ വന്നു. അവർ ഉറക്കത്തിന് എണീറ്റ് വന്നതിന് ശേഷം ലോക്ക് ഉറക്കാൻ ഭയങ്കര താമസിച്ചായിരുന്നു. ഉള്ളിൽ കയറിയതിന് ശേഷം അവർ നേഴ്സ് വന്ന് തുറന്നായിരുന്നു. അകത്ത് കൊണ്ടുപോയി ഇപ്പം ഈ ആവി പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ആവി പിടിക്കാനായിട്ട് ചോദിച്ചപ്പോൾ തന്നെ ജസ്റ്റ് സ്വിച്ച് മാത്രമേ ഓൺ ചെയ്തുള്ളൂ. അതിന് മുമ്പായിട്ട് അതിൽ മരുന്ന് ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം പുള്ളി എവിടെ വെച്ചാലും ബോധം പോയിരുന്നു. ബോധം പോയി ചുണ്ടൊക്കെ ഇച്ചിരി കറുത്തുന്നപ്പോഴത്തേക്കും പെങ്ങളെല്ലാം പറഞ്ഞു CPR കൊടുക്കുന്നു. CPR എന്ന് അറിയത്തില്ല അവർക്ക്. CPR കൊടുത്തിട്ടില്ല. നേരെ ആംബുലൻസിൽ കയറ്റി വിടുക ചെയ്തത്. ആംബുലൻസിൽ ഒരു ഓക്സിജൻ സിലിണ്ടറോ ഒന്നുമില്ല. അതേസമയം പട്ടി കയറുമെന്ന് പേടിച്ചാണ് ആശുപത്രി ഗേറ്റ് പൂട്ടിയിട്ടതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ചികിത്സാ പിഴവിൽ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.